അപ്പോൾ നമുക്ക് എന്ന് ഈ എണ്ണയിൽ പൊരിച്ചതും വറുത്തതും മാത്രം കഴിച്ചാൽ പോരെ, നമുക്ക് ഹെൽത്തി ഫുഡ് കൂടെ കഴിക്കണമല്ലോ. അപ്പോൾ ഞാനൊരു ഹെൽത്തി റെസിപ്പി പറഞ്ഞുതരാം. എനിക്കിഷ്ടമാണ് കേട്ടോ സംഭവം. ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ആദ്യം ഈ ഒരു സാൻഡ്വിച്ച് കഴിച്ചത് കേട്ടോ. അവർ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ഉണ്ടാക്കിയെന്നപ്പോൾ ഇത് സാൻഡ്വിച്ചാണോ അത് എന്ത് വിച്ചാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാൻ പറഞ്ഞുതരാം. സംഭവം ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം ഇത് ഇത്ര നല്ല കട്ട് ചെയ്യണം. പിന്നെ ഇച്ചിരി കുരുമുളകും, പിന്നെ മയണൈസും മസ്റ്റാണ് കേട്ടോ. ഉപ്പിടില്ല, കാരണം മയണൈസിൽ ആവശ്യത്തിന് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഉപ്പിടണ്ട. എന്നിട്ട് നമ്മൾ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡിന് 4 സൈഡും ഒന്ന് കട്ട് ചെയ്യുക. സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടും. ഇതിപ്പോൾ ഞാൻ വാങ്ങിയ നോർമൽ ബ്രെഡാണ്, അതുകൊണ്ടാണ് ഈ കട്ട് ചെയ്തപ്പോൾ കുഞ്ഞായി പോയത്. എന്നിട്ട് സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ ജാമിന് പുരട്ടത്തില്ലേ, അതുപോലെ പുരട്ടി എന്ത് ചെയ്യണം, കഴിക്കണം കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്യാം, ഹെൽത്തിയാണ് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.